ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായൊരു എഗ് മയോ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ആദ്യം തന്നെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്കൊരു കുറച്ച് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, ഒക്കെ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് എഗ്ലെസ് മയണൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ വരെ ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ബ്രെഡിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സാൻഡ്വിച്ച് ബ്രെഡിലാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാറ്. ഇപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഈ ബ്രെഡായിരുന്നത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡ് ഉള്ളവർ അങ്ങനെ ചെയ്യാമെങ്കിൽ വളരെ സിമ്പിളായിരിക്കും ഫില്ല് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് വെച്ചാണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്രെഡ് വെച്ച് കവർ ചെയ്തിട്ട് ടോപ്പിൽ നമുക്ക് കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം. പിന്നീട് നമ്മളൊരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ആ ബട്ടർ തേച്ച ഭാഗം വരത്തക്ക രീതിയിലൊന്ന് വെച്ച് ടോസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് നമ്മുടെ ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ എഗ് സാൻഡ്വിച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാമേ. ഓക്കെ, ബൈ ബൈ, സീ യു, ടാറ്റാ.